ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ എല്ലാവരും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ അവധി ദിവസമെങ്കിലും ആളുകൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ശരിയാണ്, ഈ മേഖലയിൽ പ്രത്യേകിച്ച് വല്ലാത്ത രീതിയിലൊരു അനിശ്ചിതത്വത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ടെൻഷനും ഭാവിയെക്കുറിച്ചുള്ള ചിന്തയും ജോലിയെക്കുറിച്ചുള്ള ചിന്തയും ഈവൻ ജീവനെക്കുറിച്ചുള്ള ചിന്ത പോലും പലരുടെയും മനസ്സിലുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതേപോലെ തന്നെ ഇവിടെയുള്ളവരെക്കുറിച്ച് നാട്ടിലും വല്ലാത്ത രീതിയിലുള്ള ആശങ്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിനിടയിൽ ഈ ഒരു അവധി ദിവസം, ഈ ഒരു ചെറിയ പെരുന്നാളിൻ്റെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളൊത്ത് ഒന്ന് ചങ്ങായിമാരുടെ കൂടെ ഒന്ന് ഒത്തുകൂടിയിട്ട് ആശങ്ക പങ്കുവെക്കാനും ചിരി പങ്കുവെക്കാനൊക്കെ സാധിച്ചത് വലിയ രീതിയിലൊരു ആശ്വാസമായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിനുള്ള ഭാഗ്യമില്ലാത്ത ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. ലീവ് ഈവൻ ഈദിൻ്റെ ദിവസം പോലും ലീവില്ലാത്തവരുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള സംബന്ധമാണ്. അങ്ങനെയുള്ള ഒരു റിയാലിറ്റി കൂടി ഉണ്ട്. പിന്നെ ഈ ഒരു അവസരത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തിരിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് തന്നെയാണ് ചിന്തയുള്ളത്. ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ അതിൻ്റെ തീവ്രമായിട്ടുള്ള ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് തന്നെയാണ് ചിന്തയുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം. അപ്പോൾ എന്താ സംഭവം ഇന്നലെ പ്രീമിയർ ലീഗിൽ കളി ഉണ്ടായിരുന്നു രാത്രി. വൈറ്റാലിറ്റി സ്റ്റേഡിയത്തിൽ ചെരീസിൻ്റെ ബോർൺമൗത്തിൻ്റെ ഹോമിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരിക്കിൻ്റെ യുണൈറ്റഡ് ജയിക്കാൻ സാധിച്ചില്ല. 2-2 എന്നുള്ള സമനിലയിലാണ് മത്സരം അവസാനിച്ചത്. അപ്പോൾ ഇതിലേ ഏറ്റവും വലിയ ഫ്രസ്ട്രേഷൻ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിന് ശേഷം ഉണ്ടാകുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, റെഫറിങ് ഡിസിഷൻസ് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന തരത്തിലൊരു സംഭവം തന്നെയാണ് ശരിക്കും. ഒപ്പം മത്സരം സമനിലയിൽ അവസാനിച്ചതും ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ ഫ്രസ്ട്രേഷൻ ഇതൊന്നും അല്ല എന്നുള്ളതാണ്. ഇനിയൊരു യുണൈറ്റഡിൻ്റെ കളി കാണാനായിട്ട് കുറേ നാൾ കാത്തിരിക്കണം, 23-24 ദിവസം കാത്തിരിക്കണം. അതാണ് ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടൊരു കാര്യമായിരിക്കും ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതോടൊപ്പം തന്നെ എന്താണ്, ജയിച്ചിട്ടാണ് ഈ ഒരു നീണ്ട ബ്രേക്കിലേക്ക് പോകുന്നതെങ്കിൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായിരിക്കും. ഇത് ജയിക്കുകയും ചെയ്തില്ല, അതിൽ തന്നെ റെഫറിയുടെ തോന്നിയാസം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രസ്ട്രേഷൻ കൂടും. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, യുണൈറ്റഡിൻ്റെ കാരിക്കിൻ്റെ കീഴിലുള്ള കളി കാണാൻ രസമാണ്. അതൊരു ഭംഗിയുണ്ട്. ഈ മത്സരം ഭയങ്കര എൻഡ് ടു എൻഡ് സാധനമായിരുന്നു. യുണൈറ്റഡ് ആരാധകർക്ക് കുറച്ചുകൂടെ കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നലൊക്കെ മനസ്സിലുണ്ടാകുമ്പോൾ പോലും ഒരു ന്യൂട്രലെ സംബന്ധിച്ചിടത്തോളം പ്രീമിയർ ലീഗിലെ പല മത്സരങ്ങളും ഈ സീസണിൽ ഭയങ്കര ടോർച്ചറായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത്ര ടോപ്പായിട്ടുള്ള മത്സരങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടില്ല പ്രീമിയർ ലീഗിൽ എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ട് സംഭവമാണ്. അപ്പോൾ അവിടെയാണ് ഈ കാരിക്കിൻ്റെ ടീമിൻ്റെ മത്സരങ്ങൾ കാണുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എൻഡ് ടു എൻഡ് സ്റ്റഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മത്സരത്തിൽ. പക്ഷേ ഇതിൽ തന്നെ ബോൺമൗത്ത് നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നൊരു സൈഡാണ്. എറിയോളയുടെ ഫിലോസഫി ആ രീതിയിലാണ്, അറ്റാക്കിംഗ് ഫിലോസഫി ഉള്ളൊരു ചങ്ങായിയാണ്. മാത്രമല്ല വളരെ വെർട്ടിക്കലായിട്ടുള്ള പാസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്ന തരത്തിലൊരു ചങ്ങായിയാണ്. ബോൺമൗത്ത് ഈ മത്സരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവരുടെ അവസാനത്തെ 3 മത്സരങ്ങളിൽ 2-ലും 0-0 എന്നുള്ള സമനിലയിൽ പിരിയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഗോളുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നൊരു സൈഡായിരുന്നു. പക്ഷേ ഇവിടെ യുണൈറ്റഡിന് 2 ഗോൾ അടിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലേ, ഡിസംബറിൽ ഈ 2 സൈഡുകളും ഓൾഡ് ട്രാഫോർഡിൽ ഏറ്റുമുട്ടിയപ്പോൾ അന്ന് റൂബൻ അമോറിമാണ് മാനേജറായിട്ടുള്ളത്. 4-4 എന്നുള്ള സ്കോറിലാണ് മത്സരം അവസാനിച്ചിരുന്നത്. അതും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫിക്സറൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ബോൺമൗത്ത് ആ രീതിയിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു സൈഡ് തന്നെയാണ്. അവർ ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യുന്നൊരു സൈഡാണ്. അവരുടെ ഇൻറ്റൻസിറ്റിയെ മാച്ച് ചെയ്യൽ എളുപ്പമുള്ളൊരു സംഭവമല്ല. ഈ മത്സരത്തിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും അവരുടെ ഇൻറ്റൻസിറ്റിയുടെ മുമ്പിൽ പതറുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഫസ്റ്റ് ഹാഫിലെ കാര്യങ്ങളും പരിപാടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്രോവിച്ച് കീപ്പറാണ് ബോൺമൗത്തിൻ്റെ മത്സരത്തിൽ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം അറ്റംപ്റ്റ്സുകൾ നല്ല രീതിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ചാൻസുകൾ അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പുറത്തും ബോൺമൗത്തിനെ സംബന്ധിച്ചോളം സിറ്റുവേഷൻസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഫൈനൽ തേർഡിലുള്ള ചോയ്സ് ഓഫ് പാസ്, അവരുടെ ഡിസിഷൻ മേക്കിംഗ് ആണ് അവരെ പുറകോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മൂവ്മെൻറ്റ്, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള പോക്ക് ഭയങ്കര രസമാണ്. യുണൈറ്റഡിൻ്റെ പ്രസ്സിനൊക്കെ അവർ ഈസി ആയിട്ട് മറികടന്ന് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം യുണൈറ്റഡിൻ്റെ പ്രസ്സിലും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫ്രണ്ട് ത്രീയൊക്കെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ഒരു വലിയ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ മിഡ്ഫീൽഡിനെ ബോൺമൗത്ത് ഈസിലി ബ്രീച്ച് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ഈ മത്സരത്തിൽ. കസമീറോ, മെയിനു ആ ഒരു മിഡ്ഫീൽഡിനെ ബ്രീച്ച് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവരെ ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലുള്ള പ്രശ്നങ്ങളാണ് അവരെ അലട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റിൽ ലോമൻസിനെ പിന്നെ ഒരു നല്ലൊരു അറ്റംപ്റ്റിലൂടെ റയാൻ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അത് നല്ലൊരു സേവായിരുന്നു ലോമൻസിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മാത്രമല്ല, ഈ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ കമ്പൈൻഡ് അറ്റംപ്റ്റ്സുകളുടെ എണ്ണം നമ്മൾ നോക്കി കഴിഞ്ഞാൽ 16 അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. 11 യുണൈറ്റഡും 5 ബോൺമൗത്തും. 16 അറ്റംപ്റ്റ് നടത്തിയെങ്കിലും മത്സരം 0-0 എന്നുള്ള സമയത്താണ് ഹാഫ് ടൈമിൽ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബോൺമൗത്തിനെ സംബന്ധിച്ചിടത്തോളം കൺസെക്യൂട്ടീവായിട്ട് 7 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അവർ ഫസ്റ്റ് ഹാഫിൽ ഗോൾ അടിക്കാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഗോളുകൾ കണ്ടെത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടങ്ങർ പിടിച്ചൊരു സാഹചര്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു ലോങ്കസ്റ്റ് സ്ട്രെച്ചാണ്. ഇതിനു മുമ്പ് 8 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ 2022 അവസാനമായിട്ട് അവർ
അടുപ്പിച്ച് ഫസ്റ്റ് ഹാഫിൽ ഗോളുകൾ കണ്ടെത്താതിരുന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ ഇനി അടുത്ത മത്സരത്തിൽ കൂടി അവർക്ക് ഫസ്റ്റ് ഹാഫിൽ ഓടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ 2002 സ്ട്രെച്ചിലേക്ക് അവർ എത്തും എന്നുള്ള കാര്യമാണ്. പിന്നെ നമുക്കറിയാം ജാനുവരിയിൽ അവർക്ക് സെമിന്യൂനെ പോലുള്ള അവരുടെ വളരെ ലീഥലായിട്ടുള്ളൊരു വെപ്പണൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അറ്റാക്കിൽ എന്നുള്ളത് നമുക്കറിയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. പിന്നെ എത്ര പേർക്ക് അത് എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻഡ് ടു എൻഡ് സ്റ്റഫായിരുന്നു. ബാക്കിയുള്ള മത്സരങ്ങളെ അപേക്ഷിച്ചിട്ട് കാണാൻ രസമുള്ളൊരു കാര്യം, നല്ല ടെമ്പോയിൽ കളിച്ചിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ഇതിൽ തന്നെ ഈ 16 അറ്റംപ്റ്റുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രീമിയർ ലീഗ് ക്യാമ്പയിനിൽ ഇതിനു മുമ്പ് 4-5 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ മാത്രമാണ് ഈ രീതിയിൽ ഇതിലും കൂടുതൽ ഷോട്ടുകൾ ഉണ്ടായിട്ടത് ഗോളിൽ കലാശിക്കാത്തൊരു ഹാഫ് ഉണ്ടായിട്ടുള്ളത്, ഫസ്റ്റ് ഹാഫ് ഉണ്ടായിട്ടുള്ളത് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഹാഫാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഇനി ഫസ്റ്റ് ഹാഫിൽ ചില ഇൻസിഡൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മത്സരത്തിലെ പ്രധാന ടോക്കിംഗ് പോയിന്റിലേക്ക് കടക്കണമല്ലോ. കാരണം കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. സ്റ്റുവർട്ട് ആട്ട്വെൽ എന്ന് പറയുന്ന റഫറീനെ സംബന്ധിച്ചിടത്തോളം ആളുടെ ചില ഡിസിഷൻസ്, അതേപോലെ തന്നെ VARൻ്റെ ചില ഡിസിഷൻസ് ഭയങ്കരമായിട്ടുള്ള ഒരു ടോക്കിംഗ് പോയിൻ്റായിട്ട് മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ മത്സരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അവിടെ ഉള്ള പ്രധാന ചോദ്യമായിട്ടുള്ളത് റെഫറി യുണൈറ്റഡിനെ ചതിച്ചോ എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് പ്രധാന ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിൽ ആദ്യത്തെ ഗോൾ അടിക്കുന്ന 59-59 മിനിറ്റിലാണ്. മാറ്റിയാസ് കുഞ്ഞയുടെ ഹെവി ഇൻവോൾവ്മെൻറ്റ് അതിലുണ്ട്. അപ്പോൾ എന്താണ്, മൈക്കിൾ കാരിക്കിനെ സംബന്ധിച്ചിടത്തോളം ആൾ ഇപ്പോൾ 10 മത്സരങ്ങളിൽ 4 തവണ സെയിം ലൈനപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അൺചേഞ്ച്ഡ് ആയിട്ടുള്ളൊരു ലൈനപ്പായിട്ടാണ് മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത്. എംബൂമ തന്നെ സ്ട്രൈക്കറായിട്ട് കളിക്കുന്നത്, മാറ്റിയാസ് കുഞ്ഞ ലെഫ്റ്റിൽ, റൈറ്റിൽ അമാദ്, മിഡ്ഫീൽഡിൽ കോബി മെയിനു, കസമീറോ, തന്നെ ലെനിയോറോ, മഗ്വയർ, അതേപോലെ തന്നെ ലൂക്ക് ഷോ, റൈറ്റ് ബാക്കായിട്ട് ഡാലോ, ലാമൻസ് കീപ്പറായിട്ട് തന്നെയാണ്. ബോൺമൗത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫ്രണ്ടിൽ റയാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ട്രൈക്കറിൻ്റെ പുറകിൽ ഇവാനുവൽസനും റയാനും രണ്ടുപേരും ബ്രസീലിയനാണ്. അതേപോലെ തന്നെ ടവനിയർ ഉണ്ട്. ടവനിയർ ഒരു ഇൻട്രസ്റ്റിംഗ് ചെങ്ങായാണ്. ആളാണ് ആ 10 റോൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. റയാൻ ആ ഒരു റൈറ്റ് സൈഡിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മിഡ്ഫീൽഡിൽ അലക്സ് സ്കോട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോസ്പെക്റ്റാണ്. അലക്സ് സ്കോട്ടിൻ്റെ കൂടെ ക്രിസ്റ്റി കളിക്കുന്നു. ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രുഫേറ്റ്, അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഹിമിനസ്, എനിക്കൊന്ന് മിലാനിൽ ലോണിൽ വന്നിട്ടുള്ള ചങ്ങായാണ്. സെനേസി ഒരു ഫെൻറ്റാസ്റ്റിക് ഡിഫൻഡറാണെന്നുള്ള കാര്യം ഓർക്കുന്നുണ്ടായിട്ടുണ്ട്. കീപ്പറായിട്ട് പെട്രോവിച്ച്. അപ്പോൾ ഇതിൽ തന്നെ ഈ ഹിമിനസിനെ സംബന്ധിച്ചോളം മാറ്റിയാസ് കുഞ്ഞ ലെഫ്റ്റ് സൈഡിൽ ശരിക്കും ആളിനെ ടോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ശരിക്കും ഇടങ്ങറാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ യുണൈറ്റഡിൻ്റെ ആ ഒരു ഫസ്റ്റ് ഗോൾ വരുന്നതിലും മാറ്റിയാസ് കുഞ്ഞ ഹിമിനസ് ബാറ്റിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോമൻസിൻ്റെ ഒരു ലോങ് ബോൾ വരുന്നതിൽ മാറ്റിയാസ് കുഞ്ഞ അവിടെ ആളുടെ ചെസ്റ്റ് കൊണ്ടെടുത്തുള്ള ടച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഹിമിനസ് അവിടെ ആ ഡ്യൂവിൽ വിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്, നടക്കുന്നില്ല. മാറ്റിയാസ് കുഞ്ഞിയാണ് അത് ചെസ്റ്റിൽ കൺട്രോൾ ചെയ്യുന്നത്. അതിനുശേഷം ആളതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ പിന്നെ അവിടെ ഹിമിനസിന് സപ്പോർട്ടായിട്ട് മറ്റൊരു പ്ലെയർ കൂടി, ബോൺമൗത്തിന് പ്ലെയർ കൂടി വരുന്നുണ്ടെങ്കിൽ പോലും മാറ്റിയാസ് കുഞ്ഞ് ബോക്സിലേക്ക് പെട്ടെന്ന് എടുത്തിട്ടുള്ള ആ ഒരു കട്ടിങ് സൈഡ് ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിമിനസ് സംബന്ധിച്ചിടത്തോളം ആൾക്ക് അവിടെ പിന്നെ മാറ്റിയാസ് കുഞ്ഞിനെ ഷർട്ട് പിടിച്ച് വലിക്കുന്ന ഒരു സൈഡ് ഉണ്ടായി. അവിടെ ഡ്രമാറ്റിക് ആയിട്ടുള്ള തിയേറ്ററിക്കലായിട്ടുള്ള വീഴ്ചയാണ് മാറ്റിയാസ് കുഞ്ഞിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടതെങ്കിലും അത് ക്ലിയർ ഫൗളാണ്. കാരണം അവിടെ പിടിച്ച് വലിച്ച് ഇടുന്നുണ്ട്, ഷർട്ട് പിടിക്കുന്നുണ്ട്, ജേഴ്സി പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഫൗൾ തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവം തന്നെ. അപ്പോൾ ഹിമിനസ് വേഴ്സസ് മാറ്റിയാസ് കുഞ്ഞ ബാറ്റിൽ മത്സരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അവിടെ അതൊരു പെനാൽറ്റി കലാശിക്കുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് ആണ് പെനാൽറ്റി എടുക്കുന്നത്. വളരെ കംഫർട്ടബിളായിട്ട് ചങ്ങായി ആ പെനാൽറ്റി കൺവേർട്ട് ചെയ്യുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ലീഡ് നേടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പെട്രോവിച്ച് ഫസ്റ്റ് ഹാഫിൽ യുണൈറ്റഡ് നടന്നെങ്കിലും ആ പെനാൽറ്റി ആൾക്ക് തടയാൻ സാധിക്കുന്നില്ല. പിന്നെ ബോൺമൗത്തിൻ്റെ ഈക്വലൈസറിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻ്റ് ഉള്ളത്. അപ്പോൾ ബോൺമൗത്തിൻ്റെ ആ ഒരു ഈക്വലൈസർ വരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു പെനാൽറ്റി ഷോട്ടിനൊടുവിലാണെന്നുള്ളതാണ് ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ ഒരു മൂവ് ഭയങ്കര രസമുള്ളൊരു മൂവായിരുന്നു. ബോൺമൗത്ത് ഒരു ലോഫ്റ്റഡ് ബോൾ പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഏരിയയിലേക്ക് കൊടുക്കുമ്പോൾ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവിടെ വിൻ ചെയ്യുകയാണ്. ആ ബോൾ കസമീറയും കോബി മെയിനൊക്കെ അവിടെ ഇൻവോൾവ് ആണ്. അപ്പോൾ ആ ബോൾ വിൻ ചെയ്യുന്നു. അതിന് ശേഷം കോബി മെയിനു ബ്രൂണോ ഫെർണാണ്ടസിന് കൊടുത്തുള്ള പാസ് കുറച്ച് പേസിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസ് അവിടെ ടച്ച് എടുത്തിട്ട് ആളുടെ ആ ഒരു തിരിയലും ആൾ അമാദിന് കൊടുത്തിട്ടുള്ള ആ ഒരു ബോൾ, അമാദ് എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ധാരണ ബ്രൂണോ ഫെർണാണ്ടസിനുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് ഒരു രക്ഷയില്ലാത്ത ഫുട്ബോളറാണ്. ഈ മത്സരത്തിനും ആളുടെ ചില ടച്ചസ്, ചില പാസുകൾ ഒരു രക്ഷയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അമാദിൻ്റെ റണ്ണ് ചങ്ങായി കാണുകയാണ്. ആ ബോൾ റിസീവ് ചെയ്യുമ്പോൾ തന്നെ ആൾക്കറിയാം അമാദ് എവിടെ ഉണ്ട് എന്നുള്ളത്. ബോൾ റിസീവ് ചെയ്യുന്നു, ആ ടച്ച് എടുക്കുന്നു. ആ ടച്ച് ഭയങ്കര എന്താ പറയുക, പേസിൽ വരുന്ന ബോളിൽ ആ ടച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടച്ച് എടുക്കുന്നു, തിരിയുന്നു, റിലീസ് ചെയ്യുന്നു അമാദിനെ. അമാദ് റൈറ്റ് സൈഡിൽ ബോക്സിലേക്ക് കട്ടിൻ സൈഡ് വരുന്ന സാഹചര്യത്തിൽ അവിടെ ട്രുഫൈറ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ സത്യം പറഞ്ഞാൽ 2 കൈ കൊണ്ട് പുഷ് ചെയ്തിട്ട് അവിടെ വീഴ്ത്തിയിരുന്നുണ്ട് അമാദിനെ. അതൊരു ഒരു ഫൗൾ കൊടുക്കേണ്ട തരത്തിൽ സംഭവം തന്നെ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ റെഫറി അത്
പെനാൽറ്റി വിളിച്ചില്ല. അപ്പോൾ യുണൈറ്റഡിനെ സംബന്ധിച്ചോളം സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു പെനാൽറ്റി കിട്ടാത്തതിൽ അല്ലെങ്കിൽ ആ ഒരു ഫൗൾ കിട്ടാത്തതിൽ അവരൊന്ന് കോൺസെൻട്രേഷൻ അവിടെ പോയി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഈ ട്രുഫൈറ്റ് തന്നെ അറ്റാക്ക് ചെയ്യുകയാണ് ആ ഒരു ലെഫ്റ്റ് ചാനലിലൂടെ. അങ്ങനെ ബോൺമൗത്ത് ബോൾ മുമ്പോട്ടേക്ക് നീക്കുന്നു. ബോൾ മുമ്പോട്ടേക്ക് നീക്കിയിട്ട് അവരെന്തെന്ന് വെച്ചാൽ അവർ ആദ്യം റൈറ്റ് സൈഡിലേക്ക് നീക്കിയ ബോൾ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു. ഈ ട്രുഫൈറ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ ക്രിസ്റ്റീനെ പിക്ക് ചെയ്ത് എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്ന് ക്രിസ്റ്റീൻ അവിടെ ക്രിസ്റ്റീൻ്റെ അടുത്തേക്ക് ജമ്പ് ചെയ്യാൻ ലേറ്റ് ആയിപ്പോയി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിഫൻഡേഴ്സ്. ക്രിസ്റ്റി അവിടെ നിന്ന് ആ എഡ്ജ് ഓഫ് ദ ബോക്സിൽ നല്ലൊരു ഫിനിഷ്, വലയിലേക്ക് പാസ് ചെയ്തു എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലൊരു ഫിനിഷ് അവിടെ ലാമൻസ് ചാടി നോക്കി സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് അവിടെ ആ ഈക്വലൈസർ പറക്കുന്നത്. ആ ഈക്വലൈസർ പറക്കുന്ന സാഹചര്യത്തിൽ എന്താണ് അവിടെ ഒരു VR ചെക്ക് നടക്കുകയാണ്. കാരണം വെച്ചാൽ അപ്പുറത്ത് അത് പെനാൽറ്റി ആണോ എന്നുള്ള ചെക്കാണ്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ഇത് എൻ്റെ മനസ്സിലാക്കലാണ്, ആ ഒരു ഗോള് ഡിസലോ ചെയ്തിട്ട് അവിടെ ഒരു പെനാൽറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊടുക്കാനുള്ള തരത്തിലുള്ള ആ ഒരു ബോൾഡ് അപ്രോച്ച് എടുക്കാൻ അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു ഉറപ്പ് അവർക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം ഓൾറെഡി ഒരുപാട് കോൺട്രവേഴ്സികൾ ഇവരായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. കാരണം റെഫറിയിങ് ഓഫുള്ളാണ് പ്രീമിയർ ലീഗിൽ എന്നുള്ളത് നമുക്ക് എല്ലാവരും പറയുന്നതാണ്. ക്ലൗണുകളാണ് മൊത്തത്തിൽ റെഫർ ചെയ്യുന്നതും അവിടെ VR ഇരിക്കുന്നതും. നമ്മളിതിൽ ടെക്നോളജിനെ കുറേ കുറ്റം പറയാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ടെക്നോളജിയിലല്ല കുറ്റം പറയേണ്ടതായിട്ടുള്ളത്, ഇത് ഉപയോഗിക്കുന്നവരെയാണ് കുറ്റം പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ക്ലൗണുകളാണ് മൊത്തത്തിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം അവിടെ ഒരു ഗോൾ ഓവർ ടേൺ ചെയ്തിട്ട് അവിടെ ഒരു പെനാൽറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊടുക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ആ ഒരു ബോൾസ് ഉണ്ടായില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ലെങ്കിൽ കൊടുത്തേനെ. അതിന് പകരം അതിപ്പോൾ ഒരു ഗോൾ കിക്കിലാണ് അവസാനിച്ചത്, അല്ലെങ്കിൽ ആ രീതിയിലൊരു ഗോളിലല്ലാത്തൊരു സാഹചര്യത്തിലാണ് അവസാനിച്ചതെങ്കിൽ ഒരു പക്ഷേ VR ഇടപെട്ടിട്ട് അത് പെനാൽറ്റി കൊടുത്തേനെ യുണൈറ്റഡ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ അത് ശരിയായുള്ള ഡിസിഷനാണ്. അതിന് ഒരു യെസ് ഓർ നോ നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഓക്കെ അത് പെനാൽറ്റി കൊടുക്കുന്നില്ല, അങ്ങനെ ഒരു ബാറാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്, എനിക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെ ഒരു ബാർ നിങ്ങൾ ഈ മത്സരത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ സിമിലർ ആയിട്ടുള്ള ഫൗളുകൾക്ക് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല അല്ലേ. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എതിരെ ഒരു പെനാൽറ്റി കോൾ സംഭവിക്കുകയും ഹാരി മഗ്വയറിന് റെഡ് കാർഡ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അവിടെയും ഒരു ഗ്രാബിങ് നടന്നിട്ടുണ്ട് മഗ്വയറിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ യുണൈറ്റഡിൻ്റെ മാനേജറിൻ്റെ വാദവും ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ വാദവും മൊത്തത്തിൽ കളി കാണുന്ന ആൾക്കാരുടെ വാദവും ഇത്രയേ ഉള്ളൂ. എന്ത്, അവിടെ അമാദിൻ്റേത് ഫൗളല്ലെങ്കിൽ ഇതും ഫൗളല്ല, ഇത് ഫൗളാണെങ്കിൽ അതും ഫൗളാണ്, ഇത്രേ ആളുകൾ പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്താ സംബന്ധിച്ചാൽ മഗ്വയറിൻ്റേത് ഒരു പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലൊരു സംഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് അവിടെ സ്ലൈറ്റ് ഗ്രാബാണ് സംഭവിച്ചില്ലെങ്കിൽ പോലും ഒരു ഗ്രാബിങ് അവിടെ നടന്നിട്ടുണ്ട്. അവിടെ ഇമാനുവൽസൺ അതിനെ മാക്സിമം എടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായ സംഭവമാണ്. പക്ഷേ അവിടെ ഒരു ഗ്രാബിങ് നടന്നിട്ടുണ്ട്, അതൊരു പെനാൽറ്റി തന്നെയാണ്. പക്ഷേ അത് പെനാൽറ്റി കൊടുക്കുമ്പോൾ മറ്റൊന്നും പെനാൽറ്റി കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ആ രീതിയിലാണ്, അത്രേ ഉള്ളൂ, അതാണ് സംഭവം. അപ്പോൾ അതാണ് ഫ്രസ്ട്രേഷൻ്റെ ഒരു എന്താ പറയുക, മൂർച്ച കൂട്ടുന്ന തരത്തിലുള്ള ഒരു കാര്യം. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ആ ഒരു ഇൻസിഡൻറ്റിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വീണ്ടും മത്സരത്തിൽ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എംബൂമോനൊക്കെ ഇതിനിടയിൽ പിൻവലിക്കുന്നു. അങ്ങനെ ബെഞ്ചമിൻ ഷെഷ്കോ വരുന്നു. അപ്പോൾ എംബൂമോ ഷെഷ്കോ ഈ ഒരു സബ് നമ്മളിങ്ങനെ ഇടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണല്ലോ. എംബൂമോനെ സംബന്ധിച്ചോളം ആ ഒരു സ്ട്രൈക്കർ റോള് ഈ മത്സരത്തിനും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. പ്രസ്സിങ്ങിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു, ഡിഫൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സെൻറ്റർ ഫോർവേഡ് റോൾ ആ ഒരു വിങ്ങിൽ കളിക്കുമ്പോഴുള്ള ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വേണമെങ്കിൽ അമാദിനെ പിൻവലിച്ചുകൊണ്ട് എംബൂമോനെ വിങ്ങിലേക്ക് മാറ്റി ഷെഷ്കോനെ സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കാമായിരുന്നു. അത്തരത്തിൽ വേണമെങ്കിൽ എംബൂമോനെ ആ ഒരു വിങ്ങിൽ കളിപ്പിച്ച് നോക്കാമായിരുന്നു. കാരണം ആ വിങ്ങിലാണ് കൂടുതൽ നമ്മൾ ആൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇനി അത്തരത്തിലുള്ള ഒരു ഡിസിഷൻ കാര്യമൊക്കെ എടുക്കുന്നു. അങ്ങനെ ബെഞ്ചമിൻ ഷെഷ്കോ വന്നിട്ടുണ്ടായിരുന്നു. മാറ്റിയാസ് കൂനി തന്നെയാണ് ഹിമിനസുമായിട്ടുള്ള ഒരു ഡ്യൂവിൽ തന്നെയാണ് വൺസ് അഗൈൻ ആ കോർണറും മാഞ്ചസ്റ്റർ വിൻ ചെയ്യുന്നത്. ഇത്തവണ ഹിമിനസ് ഡിഫെൻഡ് ചെയ്തു, അത് കോർണറിൽ കലാശിക്കുന്നു. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഡെലിവറി ബോക്സിലേക്ക് വരികയാണ്. സെനേസി ഉയർന്ന് അവിടെ ആ ബോൾ ഫ്ലിക്ക് ചെയ്തുള്ള സാധനം ഹിൽ എന്ന് പറയുന്ന ഡിഫൻഡർ, ഹില്ലും പിന്നെ സെനേസിയുമാണല്ലോ ഡിഫൻസീവ് പാർട്ട്നേഴ്സായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഹില്ലിൻ്റെ തലയിൽ തട്ടിയിട്ട് അത് വളരെ അണ്ടക്കിയുള്ള സംഭവമാണ്. അത് വലയിലേക്ക് പോവുകയാണെന്ന് ആദ്യം കണ്ടപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മഗ്വയറിൻ്റെ തലയിലാണ് തട്ടിയിട്ടുണ്ടാകുന്നത്. പക്ഷേ പിന്നെ റീപ്ലേ കണ്ടപ്പോഴാണത് സെനേസി അത് ബാക്കിലേക്ക് ഫ്ലിക്ക് ചെയ്തത്. അവിടെ സ്വാഭാവികമായിട്ടും യുണൈറ്റഡ് പ്ലേയേഴ്സിൻ്റെ മഗ്വയറിനെ പോലത്തെ പ്ലേയേഴ്സിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട്. അത് തന്നെയാണ് ആളിനെ ആ ഒരു ഡിസിഷൻ എടുക്കാൻ അവിടെ പുഷ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അൺലക്കി ആയിട്ടുള്ള സംഭവമാണ്. ഹില്ലിൻ്റെ ഓൺ ഗോളാണ് അവിടെ സംഭവിച്ചുള്ളത്. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിൽ വീണ്ടും ലീഡെടുത്തു, 2-1 പിന്നെ എങ്ങനെയാണ് ഈ പെനാൽറ്റി ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്? അതിൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ബോൺമൗത്തിൻ്റെ ഈ വെർട്ടിക്കാലിറ്റി, അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ
ഡിഫൻസ് കൃത്യസമയത്ത് സ്റ്റെപ്പ് ചെയ്യാത്ത സാഹചര്യം, മിഡ്ഫീൽഡിന് ഈസി ആയിട്ട് ബ്രീച്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ പിന്നെ ഈ ഇവാനിൽസൺ ഡ്രോപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സെൻറ്റർ ഫോർവേഡാണ്. ഈ ടവനിയർ ഒരു ട്രിക്കി ആയിട്ടുള്ള പ്ലെയറാണ്. ടവനിയർ ആദ്യം ഇവാനിൽസനെ പിക്ക് ചെയ്യാണ്. ഇവാനിൽസൺ ഈ ഡിഫൻസിനും മിഡ്ഫീൽഡിനും ഇടയിലുള്ള ഒരു സ്പേസിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടാണ് ആ ബോൾ റിസീവ് ചെയ്യുന്നത്. ഇവാനിൽസനെ അത് തിരിച്ച് ടവനിയറിനെ കൊടുക്കുകയാണ്. അപ്പോഴേക്കും ക്രൂപ്പിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എരിയോള. അപ്പോൾ ഈ ക്രൂപ്പി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ്. അപ്പോൾ ക്രൂപ്പി ഒരു സാഹചര്യത്തിൽ ട്രിപ്പിൾ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു ബോൺമൗത്ത്. ബ്രൂക്സിനെയും സ്മിത്തിനെയും ക്രൂപ്പിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സ്മിത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ആ ഒരു സാഹചര്യത്തിൽ, കാരണം ഹിമിനസ് നന്നായിട്ട് ഇടങ്ങറാവുന്ന, അപ്പോൾ സ്മിത്തിനെ കൊണ്ടുവന്നാണ് റൈറ്റ് ബാക്ക് റോൾ. അപ്പോൾ ഹിമിനസിനെയും ക്രിസ്റ്റീനെയും ആദിലിനെയും പിൻവലിക്കുകയാണ്. ആദിലിയൊക്കെ പ്രസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആദിലിക്ക് വലിയ തോതിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആദിലിക്കും റയാനും വലിയ തോതിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ റയാനെ അവിടെ കീപ്പ് ചെയ്യുന്നു, പകരം ആദിലിനൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ക്രൂപ്പിനെ കൊണ്ടുവരുന്നു. ക്രൂപ്പി 19-കാരനായിട്ടുള്ള ഇംപ്രസീവ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫുട്ബോളറാണ്. ഈ ക്യാമ്പയിനിൽ തന്നെ 9 ഗോളുകൾ പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ഓൾറെഡി അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ബോൾ റിസീവ് ചെയ്യുമ്പോൾ പിന്നെ ലെനിയോരോ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. ഗോൾ ഫേസിങ് ആയിട്ടല്ല നിൽക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അവിടെ ലെനിയോരോയെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ടുള്ളത്. അവിടെ ഇവാനിൽസൺ ടവനിയറിന് ബോൾ പാസ് ചെയ്തതിന് ശേഷം ഇവാനിൽസൺ ആ ബോക്സിന് റൈറ്റ് സൈഡിലേക്ക് റണ്ണ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്രൂപ്പിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ജമ്പ് ചെയ്ത് വന്നിട്ടുള്ളത് നമ്മുടെ ലെനിയോരോ ആണ്. പക്ഷേ ലെനിയോരോയ്ക്ക് അവിടെ ആളുടെ തിരിച്ചൽ തടയാൻ സാധിച്ചില്ല. ക്രൂപ്പി തിരിയുന്നു, ഇവാനിൽസൻ്റെ റണ്ണ് പിക്ക് ചെയ്യുന്നു. മഗ്വേറിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഡിഫിക്കൽട്ട് സിനാരിയോ ആണ്. ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇവാനിൽസൺ വീഴുന്നു. ലാസ്റ്റ് മാൻ ഗോൾ സ്കോറിങ് പിന്നെ സിറ്റുവേഷനിൽ ആണ് ആ ഒരു ഫൗൾ സംഭവിച്ചിരിക്കുന്ന രീതിയിൽ റെഫറി ആ റെഡ് കാർഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും എന്താണ് ആ റെഡ് കാർഡ് ഹാർഷാണോ എന്നുള്ളതാണ് ചോദ്യം. ഡബിൾ ജെപ്പടി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത്തരത്തിൽ അവിടെ അങ്ങനെ ഒരു ഡബിൾ ജെപ്പടീൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഓൾറെഡി പെനാൽറ്റി കൊടുക്കുന്നുണ്ട്, ഒരു യെല്ലോ പോരെ റെഡിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം നമ്മൾ ബാഴ്സലോണയ്ക്കെതിരെയുള്ള ആ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം കണ്ടിട്ടുണ്ടെങ്കിൽ ട്രിപ്പിയർ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, റഫീനിയനെ കൈ പിടിച്ച് വീഴ്ത്തുന്നു. അതും ഒരു ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി തടയുന്ന തരത്തിലുള്ള സംബന്ധമാണ്. കാരണം ബോൾ റഫീനിയുടെ അടുത്തേക്കാണ് വരുന്നുണ്ടായിരുന്നത്. എന്തുകൊണ്ട് അവിടെ ട്രിപ്പിയറിന് റെഡ് കിട്ടിയില്ല, യെല്ലോ മാത്രമേ കിട്ടിയെന്ന് വെച്ചാൽ അവിടെ ട്രിപ്പിയർ സത്യം പറഞ്ഞാൽ ലക്കി ബോയ് ആയിരുന്നു. എങ്ങനെയാണ് ഡബിൾ ജെപ്പടി ഒഴിവാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫുട്ബോളിംഗ് ടാക്കിലാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ, ബോൾ വിൻ ചെയ്യാനുള്ള ഒരു ശ്രമം ഒക്കെയാണ് നടത്തുന്നതെങ്കിൽ അതിൽ ഡബിൾ ജെപ്പടി ഒഴിവാകും. ഇത്തരത്തിലുള്ള സിനാരിയോയിൽ ഗ്രാബിങ് അല്ലെങ്കിൽ ആളെ വീഴ്ത്താനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ, അതുപോലെ വയലൻ്റ് ആയിട്ടുള്ള പരിപാടികൾ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ എന്താണ് റെഡ് കാർഡ് കൊടുക്കുന്നതാണ് കണ്ടുള്ളത്. അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ ട്രിപ്പിയർ ലക്കിയായിരുന്നു. ഇവിടെ സംഭവം സോഫ്റ്റാണ്, ചെറിയ ഒരു ഗ്രാബിങ്ങേ നടന്നിട്ടുള്ളൂ. എങ്കിൽ പോലും അവിടെ ഇവാനിൽസൺ പോവുകയാണ് മുമ്പോട്ടേക്ക്. അവിടെ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് തടയുന്നത്. അപ്പോൾ റൂൾ ബുക്സ് ഒക്കെ പ്രകാരം അത് ശരിയാണ്, പക്ഷേ സ്റ്റിൽ ഹാർഷായിട്ട് നമുക്ക് തോന്നും. അതാണ് കളി കാണുന്നവരെ സംബന്ധിച്ചോളം അത് ഹാർഷായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കുറ്റവും പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അങ്ങനത്തെ ആ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു, പെനാൽറ്റി കൺസിഡർ ചെയ്യുന്നു, റെഡ് കാർഡ് കൊടുക്കുന്നു. പക്ഷേ എന്താണ് 2 കൈ കൊണ്ടും പുഷ് അവിടെ അമാത് ഏറ്റുവാങ്ങിയിട്ട് ആൾക്ക് അവിടെ ഒരു പെനാൽറ്റി കിട്ടിയില്ല. ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചുകൊണ്ടാണ് അത് കൂടുതൽ ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷനിലേക്ക് യുണൈറ്റഡിൻ്റെ ആരാധകരെ തള്ളിവിട്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആ പെനാൽറ്റി എടുക്കുന്നത് ക്രൂപ്പി ജൂനിയറാണ്, 19-കാരൻ. ആ ഒരു എന്താ പറയുക, നല്ല പ്രഷറുള്ള സിറ്റുവേഷനാണ്. മനോഹരമായിട്ടുള്ള പെനാൽറ്റിയാണ് ചങ്ങ എടുത്തത്. വാട്ട് പ്രഷർ എന്ന രീതിയിൽ 2-2 ആകാണ്. പിന്നെ 10 പേരായി. മൈക്കിൾ കാരിക്ക് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി. കാരണം സ്വാഭാവികമായിട്ടും മഗ്വയറിന് റെഡി ഇട്ടിരിക്കുകയാണ്. മഗ്വയറിൻ്റെ കാര്യം എടുത്ത് നോക്കിയേ, മഗ്വയർ നല്ല രീതിയിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മഗ്വയറിന് ഇംഗ്ലണ്ട് കോളപ്പ് കിട്ടിയിരുന്നു. തോമസ് ടുഖൽ ചങ്ങനെ ടീമിലേക്ക് എടുക്കുന്നു. ആളുടെ പുതിയ കോൺട്രാക്റ്റ് ഡിസ്കഷനിൽ കാര്യമായിട്ടുള്ള പ്രോഗ്രസ് നടക്കുന്നു, മാഞ്ചസ്റ്ററുമായിട്ടുള്ള കോൺട്രാക്ട് ഡിസ്കഷനിൽ. അതിനിടയിൽ ഇപ്പോൾ റെഡ് കാർഡ് കിട്ടിയിരിക്കുകയാണ്. ഒരു വല്ലാത്തൊരാഴ്ചയായിപ്പോയി, വല്ലാത്ത കുറച്ച് ദിവസങ്ങളായിപ്പോയി മഗ്വയറിനെ സംബന്ധിച്ചിടത്തോളം. മഗ്വയർ ഈ മത്സരം നല്ല രീതിയിൽ കളിക്കുകയായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ മാഞ്ചസ്റ്ററിൻ്റെ മിഡ്ഫീൽഡാണ് ഈ മത്സരത്തിൽ കുറച്ചുകൂടെ ആവറേജ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് ത്രീയും പ്രസ്സിങ്ങിലും ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മാറ്റിയാസ് കൂനിയയാണ് ബെറ്റർ ആയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫ്രണ്ട് ത്രീയിൽ. അമാദിയാലോ ഓക്കെ ആയിരുന്നു, എംബൂമോ അത്ര ഓക്കെ ആയിരുന്നില്ല. ബ്രൂണോ ഫെർണാണ്ടസ് വൺസ് അഗൈൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു, ഹാൻഡ്സ് ഡൗൺ. പുള്ളിയാണ് എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പുള്ളിയാണ് ആ ഒരു ആളുടെ പാസിങ്ങിലൂടെയും ആളുടെ ത്രൂ ബോളിലൂടെയും ഈവൻ ബോക്സിലേക്കുള്ള റണ്ണിലൂടെയും ആളുടെ അറ്റംപ്റ്റിലൂടെയും ഈവൻ ഷോട്ടുകൾ അൺലീഷ് ചെയ്യുന്നു, ചിലതൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആളാണ് പിന്നെയും ശ്രമങ്ങളും കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നത്. മൈക്കിൾ കാരിക്ക് ചേഞ്ചസ് വരുത്തുന്നു, എയ്ഡൻ ഹെവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഉഗാർത്തിനെ കൊണ്ടുവരുന്നു. കസമീർക്ക് വലിയ തോതിൽ ഇമ്പാക്റ്റ് മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ കസമീറിനെ പിൻവലിക്കുകയാണ്. ഉഗാർത്തി വലിയ തോതിൽ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ പിന്നെ 9 മിനിറ്റോളം ഇഞ്ചുറി ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ബോൺമൗത്ത് കുറച്ചിങ്ങനെ പുഷ് ചെയ്തു. അവരെ ഞാൻ പറഞ്ഞല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫൈനൽ തേർഡിലുള്ള ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രശ്നമാണുള്ളത്.
ഈവൻ അലക്സ് സ്കോട്ട് ഞാൻ പറഞ്ഞല്ലോ ഫെൻറ്റാസ്റ്റിക് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അലക്സ് സ്കോട്ടിൻ്റെ ഒരു കിഡിലും കേളർ എഫേർട്ട് ഉണ്ടായിരുന്നു. അത് ബോൺമൗത്തിൻ്റെ ഈക്വലൈസർ വരുന്നതിന് മുമ്പായിരുന്നു. ഔട്ട് സൈഡ് ദ ബോക്സ് എന്നുള്ള കേളർ സാധനം അത് ലോമൻസ് അവിടെ ബീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് വുഡ് വർക്കിൽ തട്ടിപ്പോവാണ്. അൺലക്കി ആയിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു 9 മിനിറ്റ് ഇഞ്ചുറി ടൈമിലൊന്നും യുണൈറ്റഡിൻ്റെ ഡിഫൻസിന് ബ്രീച്ച് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. മേസൺ മൗണ്ടിനെയൊക്കെ കൊണ്ടുവന്ന് നോക്കി ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം. ബെഞ്ചമിൻ ഷെഷ്കോക്കും വലിയ തോതിൽ ഇമ്പാക്ട് ഉണ്ടാകാൻ സാധിച്ചില്ല. ബെഞ്ചമിൻ ഷെഷ്കോ വരുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രസ്സിങ്ങിൽ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഓവറോൾ ബോൺമൗത്തിൻ്റെ പ്രസ് ഈ മത്സരത്തിൽ യുണൈറ്റഡിൻ്റെ പ്രസ്സിനേക്കാൾ മികച്ചതായിരുന്നു. ബോൺമൗത്തിൻ്റെ എനർജി ലെവൽ മികച്ചതായിരുന്നു. വളരെ ഈസിലി അവർ യുണൈറ്റഡിൻ്റെ പ്രസ്സിനെ മറികടന്നിട്ട് ലൈൻ ബ്രേക്കിംഗ് പാസുകളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നുള്ള കാര്യമാണ്. അവിടെ ഞാൻ മനസ്സിലാക്കിയുള്ളത് യുണൈറ്റഡിൻ്റെ കോമ്പാക്ട്നെസ് ഈ മത്സരം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ലൈൻ ഗ്യാപ്പാണ്. മിഡ്ഫീൽഡും ഡിഫൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ലൈൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് വലുതായിട്ടാണ് എനിക്ക് ഈ മത്സരത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ ഇൻറ്റൻസിറ്റിനെ മാച്ച് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. എനിവേ ഡ്രോ അത്ര മോശം റിസൾട്ടല്ല വൈറ്റാലിറ്റിയിൽ. മാത്രമല്ല സ്വാഭാവികമായിട്ടും കോൺസെൻട്രേഷൻ മൊത്തത്തിൽ ആളുകളുടെ ആ ഒരു പെനാൽറ്റി ഡിസിഷനെ കുറിച്ച് തന്നെ ആയിരിക്കും. മാത്രമല്ല അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം ആ ഒരു അവസരത്തിൽ ആ ഒരു പെനാൽറ്റി കൊടുത്തിരുന്നെങ്കിൽ 2-0 ആകും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലീഡ് 2-0 ആകും. 2-0 ആയി കഴിഞ്ഞാൽ യുണൈറ്റഡ് കുറച്ചുകൂടി ബെറ്ററായി ഡിഫെൻഡ് ചെയ്യും. ബോൺമൗത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോൺഫിഡൻസ് ലെവലും താഴ്ന്നു പോകും. കാരണം 2 ഗോളൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ ബോൺമൗത്തിനെ സംബന്ധിച്ചിടത്തോളം പുറകിൽ പോയതിനു ശേഷം തിരിച്ചു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പ്രത്യേകിച്ച് റീസെൻ്റ് ആയിട്ടുള്ള അവരുടെ പെർഫോമൻസുകളിൽ ഗോളുകൾ അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല അല്ലേ. പിന്നെ ഈ സെനേസി ഞാൻ പറഞ്ഞല്ലോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ്. നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന വെച്ചാൽ നോ നോൺസെൻസ് ഡിഫൻഡറാണ്. അതോടൊപ്പം തന്നെ ബോൾ പ്ലേയിങ് പരിപാടിയൊക്കെ ആളുടെ ഗെയിമിലുണ്ട്. ഈ മത്സരത്തിൽ പിന്നെ ഫസ്റ്റ് ഹാഫിലെ ചില സംഭവങ്ങളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അമാദിയാലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. ആളുടെ ഷോട്ട് പെട്രോവിച്ച് സേവ് ചെയ്യാണ്. പെട്രോവിച്ചാണ് മത്സരത്തിൽ കീപ്പ് ചെയ്തത് ബോൺമൗത്തിനെ ഫസ്റ്റ് ഹാഫിൽ. അതിൽ തന്നെ പിന്നെ ഡാലോ ഒക്കെ വളരെ വളരെ ആവറേജ് ആയിട്ടുള്ള ഫുൾ ബാക്കാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം ഇവിടെ മൈക്കിൾ കാരിക്ക് ചെയ്യുന്നൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൾ കാരിക്ക് ടീമിനെ ഏറ്റെടുക്കുമ്പോൾ ടീമിൻ്റെ കോൺഫിഡൻസ് ലെവൽ എവിടെയായിരുന്നു നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ്. അവർ വേറൊരു സിസ്റ്റം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അത്ര കംഫർട്ടബിൾ അല്ലാത്തവരായിരുന്നു. പിന്നെ മാത്രമല്ല ഈ സ്ക്വാഡിൻ്റെ ബാലൻസിൽ പ്രശ്നമുണ്ട്. മാറ്റിയാസ് കുഞ്ഞൊന്നും ഒരു ലെഫ്റ്റ് വിങ്ങറല്ല, നാച്ചുറൽ വിങ്ങറല്ല നമുക്കറിയുന്നത്. പക്ഷേ ആളിനെ വെച്ചിട്ട് ഉള്ള പേഴ്സണലുകൾ വെച്ചിട്ട് ഒരു കൊഹീസീവ് യൂണിറ്റിന് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് മൈക്കിൾ കാരിക്ക് നടത്തിയിട്ടുള്ളത്. അവരെ റിജുവിനേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ എനർജി ലെവൽ മാറ്റിയിട്ടുണ്ട്. അവരെ എക്സൈറ്റിംഗ് ഫുട്ബോൾ കളിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പോസിബിൾ 30 പോയിൻറ്റ്സിൽ നിന്ന് 24 പോയിൻറ്റ്സ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ അവർ ടോപ്പ് 3-ലാണ് ഇരിക്കുന്നത്, 3rd പൊസിഷനിലാണ് ഇരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. 7 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ മൈക്കിൾ കാരിക്കിൻ്റെ കീഴിൽ ഒരുപാട് പോസിറ്റീവ്സ് തന്നെയാണ് സംസാരിക്കാനുള്ളത്. സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അവിടെയുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വീക്ക്ലി ഒരു ഗെയിം മാത്രം കളിക്കേണ്ട സാഹചര്യം മാത്രമേ ഈ സൈഡിനുള്ളൂ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും അടുത്ത സീസണിൽ. അത് മുമ്പ് നമ്മൾ സംസാരിച്ചുള്ള കാര്യമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിലും പറഞ്ഞല്ലോ സ്ക്വാഡിൽ ബാലൻസിൽ പ്രശ്നമുണ്ട്. എനിവേ ആ ബാലൻസിലുള്ള പ്രശ്നത്തെയും മൈക്കിൾ കാരിക്ക് മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ്, ഡാലോൻ്റെ ക്രോസ് ബ്രൂണോ ഫെർണാണ്ടസ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൃത്യമായിട്ട് അത് വലയിലേക്ക് അയാൾ ഡൈവേർട്ട് ചെയ്തു. ആ ഒരു വോളി അറ്റംപ്റ്റ് അതും ഗോൾ ലൈൻ ക്ലിയറൻസ് ആണ് അല്ലെങ്കിൽ സേവ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്ന പെട്രോവിച്ച് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയും ബ്രൂണോ ഫെർണാണ്ടസും എംബൂമയും 1-2 കളിച്ചുള്ള ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ അറ്റംപ്റ്റ് പെട്രോവിച്ച് സേവ് ചെയ്യുന്നു. അത്തരത്തിൽ ചില സാഹചര്യങ്ങൾ മാറ്റിയാസ് കുഞ്ഞ് വീണ് പോകുന്ന സാഹചര്യത്തിൽ ആളുടെ ഒരു അറ്റംപ്റ്റ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ കാണുന്നു. അതും പെട്രോവിച്ച് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡാലോൻ്റെ ഓവർലാപ്പിംഗ് റണ്ണുകളൊക്കെ ഉണ്ടായിരുന്നു. അമാദിയാലോയുടെ നിന്നൊക്കെ കുറേ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സാധനങ്ങളാണ് കിട്ടുന്നില്ല. മിക്സ് ചെയ്യണം. ബെഞ്ചമിൻ ഷെഷ്കോ ന്യൂകാസ്ൽ യുണൈറ്റഡിനെതിരെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ ബെഞ്ചിൽ നിന്ന് വരുന്ന സാഹചര്യത്തിലൊക്കെ ബെഞ്ചമിൻ ഷെഷ്കോ ഇമ്പാക്ട് ഉണ്ടാക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ചില മത്സരങ്ങളെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും നല്ലതായിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അത് മിക്സ് ചെയ്യണം. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ആ രീതിയിൽ ഷെഷ്കോനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നില്ല. ഒരു സൂപ്പർ സബ്ബായിട്ട് യൂസ് ചെയ്യുന്ന സാഹചര്യമാണ്. പക്ഷേ അതിലും മിക്സ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ റയാൻ്റെ അറ്റംപ്റ്റ് നമ്മൾ കണ്ടല്ലോ. ഈ അമാദിയാലോയുടെ അറ്റംപ്റ്റ് പെട്രോവിച്ച് സേവ് ചെയ്ത സാഹചര്യം അപ്പുറത്ത് ബോൺമൗത്തിൻ്റെ കൗണ്ടർ അറ്റാക്കിംഗ് സിനാരി ഉണ്ടായിരുന്നതാണ്. എൻഡ് ടു എൻഡ് സ്റ്റഫായിരുന്നു പല സാഹചര്യങ്ങളും മത്സരം. അപ്പോൾ അതുകൊണ്ടാണ് ആ എൻ്റർടൈൻമെൻറ്റ് ഉള്ളത്. പക്ഷേ അവിടെയാണ് യുണൈറ്റഡ് നമ്മളോട് കുറച്ചുകൂടെ കൺട്രോൾ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നത്. പക്ഷേ അത് കാണാൻ രസമാണ്. അപ്പോൾ അങ്ങനെ റയാനിലേക്ക് എത്തുന്നു. അവിടെ ഒരു 3v2 സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോയിൽ. യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിനെ ഈസിലി ബ്രീച്ച് ചെയ്ത് പോവുകയാണ്. മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നില്ല ആ ഒരു അവസരത്തിൽ. കാരണം അവിടെ യുണൈറ്റഡ് അറ്റാക്ക് ചെയ്യായിരുന്നല്ലോ. റയാൻ്റെ അറ്റംപ്റ്റ് ആൾ പാസ് ചെയ്യാൻ ശ്രമിച്ചാണോ ഷോട്ട് ചെയ്യാൻ ശ്രമിച്ചാണോ എന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല. ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചാണോ എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. അത് പുറത്തേക്ക് പോകുന്ന സാധനമുണ്ട്. കീപ്പറിനെ പോലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ യുണൈറ്റഡ് പൊസിഷൻ ഗിവ് ചെയ്യണം. അത് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യാണ് യുണൈറ്റഡിൻ്റെ ആ ഒരു ഏരിയയിൽ. എന്നതിന് ശേഷം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് റയാൻ്റെ അറ്റംപ്റ്റിൽ കലാശിക്കുകയാണ്. റയാൻ്റെ അറ്റംപ്റ്റ്
ഞാൻ പറഞ്ഞല്ലോ ലാമൻസ് സേവ് ചെയ്തിട്ടുള്ള ആ ഒരു അറ്റംപ്റ്റ്. ബ്രൂണോ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുടെ ത്രൂ ബോളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ബ്രൂണോയുടെ ത്രൂ ബോൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുത്ത കാര്യത്തിൽ ലെഫ്റ്റിൽ നിന്ന് ക്രോസ് വരുന്നു, അതിൽ അമാദിൻ്റെ ഷോട്ട് ബോക്സിൽ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. അതിൽ ക്രൂഷ്യൽ ഗോൾ സേവിങ് ബ്ലോക്കൊക്കെയാണ് ആ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ കസമിയറൊക്കെ ഫസ്റ്റ് ഹാഫിൽ തന്നെ യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു ടവനിയറിനെ ഫൗൾ ചെയ്ത കാര്യത്തിൽ. അപ്പോൾ അത് ചിലപ്പോൾ ആളുടെ ഗെയിമിനെ ബാധിച്ചിട്ടുണ്ടാകണം എന്ന് തന്നെയാണ്. കാരണം കസമിയറെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് ഗെയിമായിരുന്നു ഈ മത്സരത്തിൽ എന്നുള്ള കാര്യമാണ്. യുണൈറ്റഡ് അറ്റാക്കിംഗ് കാര്യത്തിൽ അഗെയിൻ ആ ഫ്രണ്ട് ത്രീയിൽ ചില സാഹചര്യങ്ങളിലുള്ള പുവർ പാസിംഗ് നമ്മൾ കാണുന്നുണ്ട്, ചോയ്സ് ഓഫ് പാസിങ്ങിലുള്ള പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ എംബു മാത്രം നല്ല ഗെയിം ആയിരുന്നില്ല ആളെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെയാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം മൊത്തം 16 അറ്റംപ്റ്റുകൾ മത്സരം നടത്തി. ഇതിൽ 5 ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നു. ബോൺമൗത്തും 14 അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട്, അവരും 5 ടാർഗറ്റിലേക്ക് അടിക്കുന്നു. ഒരു 45-55 രീതിയിൽ പൊസിഷൻ സ്റ്റാറ്റ് ഉണ്ട്. ടേബിളിൻ്റെ സ്ഥിതി എന്താണ്? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 31 മത്സരങ്ങൾ കഴിയുമ്പോൾ 55 പോയിൻറ്റ്സുമായിട്ട് അവർ 3-ാം സ്ഥാനത്താണ് ഇരിക്കുന്നത്. ആസ്റ്റൺ വില്ലയ്ക്ക് യുണൈറ്റഡുമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. വെസ്റ്റാമായിട്ടാണ് അവർ കളിയുള്ളത്, എളുപ്പമല്ല. മാത്രമല്ല ആസ്റ്റൺ വില്ല മിഡ് വീക്കിൽ യൂറോപ്പ ലീഗ് ഒക്കെ കളിച്ചിട്ടാണ് വരുന്നത്. അവർ യൂറോപ്പ ലീഗിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രോഗ്രസ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ഉനായ് എമറി ലീഗാണ് യൂറോപ്പ ലീഗ് എന്നൊക്കെ നമുക്കറിയുന്നത്. അവരുടെ കോൺസെൻട്രേഷൻ ആ ടൈറ്റിൽ അടിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ ആ ടൈറ്റിൽ അടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ എന്തായാലും കിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെയും ആ ഒരു ടോപ്പ് 4 ഫിനിഷ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ അവരുടെ ഫോം കാര്യമായിട്ട് പ്രീമിയർ ലീഗിൽ പ്രശ്നമാണെന്ന് നമുക്കറിയുന്നതാണ്. പ്രത്യേകിച്ച് മിഡ്ഫീൽഡിൽ ഇഞ്ചുറീസ് പറ്റിയുള്ള സാഹചര്യത്തിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ യൂറോപ്പ ലീഗ് കളിക്കുന്നുണ്ട്, മിഡ് വീക്കിൽ കളിക്കുന്നുണ്ട്. യുണൈറ്റഡ് സംബന്ധിച്ചോളം അത്തരത്തിലൊരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ആസ്റ്റൺ വില്ലയും യുണൈറ്റഡും തമ്മിലുള്ള പോയിൻറ്റ്സ് ഡിഫറൻസ് വെറും 1 പോയിൻ്റായിട്ട് കുറയും. അതുപോലെ തന്നെ ചെൽസിക്കും ലിവർപൂളിനും ഒക്കെ ആ ഗ്യാപ്പ് കുറയ്ക്കാനുള്ള അവസരമാണ് മുമ്പിൽ വന്ന് പെട്ടിട്ടുള്ളത്. ലിവർപൂൾ ബ്രൈറ്റനുമായിട്ടാണ്, ചെൽസിയുടെ എവർട്ടനുമായിട്ടാണ്. എവർട്ടൻ എവയാണ് എന്താകുന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ്. അപ്പോൾ എനിവേ പോസിബിൾ 30 പോയിൻറ്റ്സിൽ നിന്ന് 24 പോയിൻറ്റ്സ് നേടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ യുണൈറ്റഡ് ഫാൻസ് സംബന്ധിച്ചോളം ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടൊരു രാത്രിയായിരുന്നു. രാത്രി ഉറക്കൊളിച്ച് കളി കാണുമ്പോൾ ഇത്തരത്തിലുള്ള റെഫറി ഡിസിഷൻസ് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ വരും. അതാണ് എനിക്ക് ഈ മത്സരത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. പ്രീമിയർ ലീഗിലെ റെഫറിങ് ഈസ് ഷിറ്റ്. കൺസിസ്റ്റൻസി ഒരു ഗെയിമിൽ തന്നെ കൺസിസ്റ്റൻസി അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.